ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രാജി. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ടൈൽ കട്ടറിൻ്റെ അടിയിലുള്ള ബേസ് പ്ലേറ്റ് നമ്മൾ ബ്ലേഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന ബേസ് പ്ലേറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതിയത് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്നെടുത്തേക്കുന്ന ക്യുമിയുടെ ഒരു മെഷീനാണ്. അപ്പം ഈ ഒരു ഭാഗം കൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റോടെ പുതിയത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പുതിയ പ്ലേറ്റ്. അപ്പോൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂവും പുതിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് അതിൻ്റെ റിവറ്റ്, ആ ലോക്ക് ചെയ്തേക്കുന്ന റിവറ്റിനെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട് വീഡിയോയിൽ. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റിവറ്റിനെ നമുക്ക് പഴയത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയതിനെ ഇങ്ങനെയാണ് അതിനകത്ത് തട്ടി ഇറക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ചതച്ച് ഊരിപ്പോകാത്ത രീതി ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ നമ്മളതിനെ ഗ്രൈൻഡ് ചെയ്ത് ഒരു ഭാഗം കളഞ്ഞു. ഇനി ഇതിനെ ചെറിയൊരു ബോൾട്ട് വെച്ചിട്ട് തട്ടി ഇളക്കി അങ്ങ് ഊരിയെടുക്കാം. ഒരു ഭാഗം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാനെ കൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലൊരു സ്ക്രൂ വെച്ച് നമ്മളൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് നേരെ ഊരിഞ്ഞ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ തട്ടി കൊടുക്കുകയാണ്. ഇനി ഇതാണ് അതിൻ്റെ പുതിയ പ്ലേറ്റ്. അപ്പോൾ ഇതങ്ങോട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം, ഇപ്പോൾ നമ്മൾ ആ റിവറ്റ് ചെയ്യുന്ന ഭാഗത്ത് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ, ഇതാണ് പുതിയ സ്ക്രൂ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊരു വാഷർ ഇടണം നമുക്ക്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്താൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു വാഷർ ഇട്ടു. വാഷർ ഇട്ടതിന് ശേഷം അതിനെ അതിൽ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. ഒരു മീഡിയം രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിനി അതിനകത്ത് റിവറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്ക്രൂ നമ്മളതിനകത്ത് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കൈ മൊബൈൽ പിടിച്ചേക്കുന്നത് കൊണ്ടാണ് കുറച്ച് താമസം. ഓക്കെ, അപ്പം അതേപോലെ അപ്പോൾ നമ്മൾ റിവറ്റ് ചെയ്യുന്ന ഭാഗം ചേർത്ത് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റിവറ്റ് ചെയ്യുന്ന ബോൾട്ട് കയറ്റി വെച്ചു. ഇനി അതിന് ഹാമറിന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് തട്ടി ടൈറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് നിരപ്പാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഊരിപ്പോകും. അപ്പോൾ അതിനെ അങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഈ ബാക്ക് സൈഡ് അവിടെ ഒന്ന് തട്ടി നിരപ്പാക്കി എടുക്കണം. അടിയിൽ സപ്പോർട്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് അയൺ ആയിട്ട് പൊട്ടിപ്പോകും. അതൊരു ചെറിയ രീതി മാത്രമേ നമ്മൾ ഹാമറിനെ തട്ടി കൊടുക്കാവൂ. അപ്പോൾ നമ്മളത് ഫിറ്റാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ കറക്റ്റ് ലെവൽ ചെയ്യുന്ന രീതിയിൽ മേലോട്ടും താഴോട്ടൊക്കെ, ഞാൻ ഒരുപാട് മെഷീന് ഇങ്ങനെ ഒരു ബേസ് ഇല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇതേണക്കുള്ള ബേസുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പുതിയ ബേസുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രൂ ഒക്കെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഒക്കെ നമുക്ക് ഈ സ്പെയർ പാർട്സ് കിട്ടുന്ന കടകളിൽ കിട്ടും. വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.